ആരംഭത്തിൽ അപമാനം. സ്റ്റൈല് ഡ്രസ്സിങ്ങിൽ മാത്രം പോരാ, ശുചിത്വത്തിലും കാര്യങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും എല്ലാത്തിലും വേണ്ടേ. അടുക്കളയില് നമ്മള് പിന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് താടി മുറിക്കുന്ന കണ്ടല്ലോ ഞങ്ങള്. കഴുകി വെച്ചോ? കഴിയില്ല. സമോസ മുറിച്ച് എല്ലാവർക്കും കൊടുത്താ എന്താ? ഇല്ല, ഞാൻ വാഷ് ചെയ്തു. വാഷ് ചെയ്തില്ല. അതിന്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോകണ്ട. എന്നോട് വേണ്ടിയില്ലായിരുന്നു. അതിന് ഉപയോഗിക്കാം. അത് വർക്ക് ചെയ്യുന്ന നോക്കൂ. അതിപ്പോ ലാഭായല്ലോ. താങ്ക് യു സോ മച്ച്. കാര്യം അന്ന് വെച്ചാണ് വർക്ക് ചെയ്യുന്ന. താങ്ക് യു സോ മച്ച്. ബാറ്ററി ഉണ്ടോ നോക്കൂ. ചാർജബിൾ ആണ്. അയ്യോ കഷ്ടമായി. മോനെ, തലമുടി മുട്ട അടിക്കാൻ സമ്മതിക്കാത്ത ഒരാൾക്ക് ഷേവ് ചെയ്യാൻ ഞങ്ങൾ ട്രിമ്മർ തരുമോ? ഈശ്വര ചതിച്ചു. അയ്യേ, ചമ്മിപ്പോയേ. പുരിയില്ല. ഇപ്പൊ പുരിയുത്. ഒരു കാര്യം, ആ ട്രിമ്മറിനെ അവിടെ വെച്ച് രാവിലെയും വൈകിട്ടും ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. ചെരുപ്പ് വലിച്ചെറിയ ആര്യൻ അല്ലേ? അയാള് ചെരുപ്പ് വലിച്ചൊരാളെ എറിയ. ഒരു കയ്യോട്ടും മാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൽ സൂപ്പാക്കും. അവിടുത്തെ സാധനങ്ങൾ കേടുവരുത്താൻ പറ്റില്ല. അതൊക്കെ എടുത്തെറിയണേ വീട്ടിൽ പോയി ചെയ്യണം. ബിഗ് ബോസ് ഹൗസിൽ പറ്റില്ല. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. ഇന്നലെ മഴയുണ്ടായിരുന്നു. മഴയും വീടിന്റെ ആകായിട്ട് എന്താ ബന്ധം? അല്ല അല്ലേട്ടാ, ഒരു മിനിറ്റ് നിൽക്കും മോനെ. നിനക്ക് മുട്ടി നിൽക്കുകയാണോ? എന്നാ പറ. കുറ്റം വരെ വെയിറ്റ് ചെയ്യണോ നീ? അണ്ണാന്ന് വിളിച്ചൊന്നും അങ്ങോട്ടും എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. എന്താണ് പറയൂ. ഞാനൊരു കാര്യം ചോദിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അത് ഞാൻ സഹിക്കുന്നു. ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പറയാൻ നടന്നാലുണ്ടല്ലോ. എന്താണ് അനീഷ് പറയൂ. എന്നാ ഒരു കാര്യം ചെയ്യൂ. അനീഷ് സംസാരിക്കും. കേട്ടെ പറയൂ. എന്താ നിന്റെ ഉദ്ദേശം? പറയൂ. സോറി ലാലേട്ടാ. പിന്നെ സാമാന്യ മര്യാദ സോറി ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ പറഞ്ഞില്ല, ഒരാളും ഞാൻ സംസാരിച്ചോണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈവക്കിക്കൊണ്ടിരുന്നാല് എന്താണ് പറയാൻ പോകുന്നത്? കേട്ടെ. അബദ്ധം പറ്റിയതല്ല. എന്ന് പറഞ്ഞാലും അടിയോ? അടിമാലി ഫാമിലിയോ? ഭയങ്കര അത്ര മുട്ടി നിൽക്കുന്ന ഒരു കാര്യം കേട്ടെ. പറയൂ. ആര്യൻ അങ്ങനെ താടി നമ്മുടെ കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. ഞാൻ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊരു വലിയൊരു നിങ്ങൾ വേറെ ആരോട് ഇത് പറഞ്ഞില്ലേ? ഞാൻ ആരോട് പറഞ്ഞില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ പറയാത്തെ അത് ഉത്തരം പറ. അത് കഷ്ടപ്പെട്ട് തരുന്ന സാധനം മാവിന്റെ മുകളിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അത് ഞാൻ വെച്ചിട്ടില്ല. അയ്യോ അല്ല, പിന്നെ ഇത് നടന്നു കയറിപ്പോയോ? അവൻ കുറച്ച് ഓറാവുന്നില്ല ഈ കാര്യത്തിൽ. ഇപ്പൊ ബാക്കി എല്ലാരും ഓറല്ലേ? എല്ലാരും ഓറ് തന്നെയാണ്. എന്താ ചിരിക്കണേ? ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല. ഇതെന്താ അമ്പലത്തിൽ പൂജയ്ക്ക് എന്തോ പോയിട്ട് വന്നോലുണ്ടല്ലോ. ഞാൻ സ്റ്റൈല് ചെയ്തു. താങ്ക് യു ലാലേട്ടാ. എന്നിട്ട് ഇതാണ് പരിപാടി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്തൊരു നമ്പറാ? ശരി, ഇനി ആരാണ് ബെഡ് ക്ലീൻ ചെയ്യാതിട്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്താ? മോശം അഭിപ്രായം. നിങ്ങളല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആള്. ഇന്ന് മാത്രമാണ് ബെഡ് വളക്കാൻ. അങ്ങനെ എന്താണിത്? അല്ലേ ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോഴല്ലേ. സോറി ലാലേട്ടാ. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറി താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. നിങ്ങളല്ലേ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ? അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. നമ്മളിപ്പോ ചോദിക്കാൻ വേണോ? ഇപ്പൊ തലമുടി മുട്ട അടിക്കാൻ റെഡിയാണോ? നല്ല കാര്യമായി. തലമുടി മുട്ട അടിക്കാൻ റെഡിയാണോ? ഇല്ല ലാലേട്ടാ, ഉള്ളത് എക്സ്റ്റൻഷൻ വെച്ചേക്കുവാണ്. ഞാൻ റെഡിയല്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ക്യാമറ അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ നിൽക്കുന്ന ആരെന്നറിയോ? ഒന്നും ചെയ്യാതെ ഒരാള്. ഇത് എന്നെ ഉദ്ദേശം, എന്നെ തന്നെ ഉദ്ദേശം, എന്നെ മാത്രം ഉദ്ദേശം. ഒന്നും ചെയ്യാതെ നാളെ നേടിയിട്ട് ആരാണ്? ഈശ്വര, ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും.
എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അയ്യോ, അൽഷിമേസ് ഫ്ലാഷ് ബാക്ക്. വേണോ? ഞാൻ കൊടിയ സന്ദേശം ഞാൻ വിചാരിച്ചോ ക്യാമറയാണെന്ന്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് അക്ബറിന്റെ പ്രോബ്ലം? ഇത്ര അഗ്രഷൻ, ഇത്രയും ദേഷ്യം അക്ബറിന് എന്തിനാണ്? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എല്ലാ കാര്യത്തിലും അക്ബർ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ പല പ്രാവശ്യം വാൺ ചെയ്തു. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തുക? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, ബോഡി ലാംഗ്വേജ്, ഇത് സഹിക്കാൻ പറ്റില്ല. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. ഇവിടെ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്. സോറി സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആൾക്കാർ കാണുന്നില്ല. അക്ബർ വീട്ടിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ നിന്റെ ജീവിതം. ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു മിടുക്കനാണെന്ന് തോന്നുന്നുണ്ടോ? തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. നിങ്ങൾക്ക് ഇത് വലിയ ആൾക്കാർ കണ്ടിട്ടോ അക്ബർ വലിയൊരാളാണ്, അക്ബർ വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കാൻ തന്റെ ഈ പരിമെടുക്കും അടിയും ഇടിയും വെടിയും വയലൻസ് മാത്രം പോരാ. ഒരിക്കലും കേട്ടോ. പിന്നെ എന്താണ് കാണിക്കുന്നത്? എത്ര പ്രാവശ്യം ഇത് പറയണം? നമ്മള് മാത്രം തെറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, അതിനെന്താ? ഇനിയെങ്കിലും എല്ലാവരും കൊണ്ട് അതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഐ മീൻ, അപ്പൊ എനിക്ക് എന്താ കിട്ടിയ? പാവയ്ക്ക അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കയ്പായിരുന്നു. പിന്നെ പാവയ്ക്ക നല്ല മധുരം ഉണ്ടാവോ? ഒരുപാട് അങ്ങോട്ട് കൊച്ചാക്കല്ലേ. അപ്പൊ അതിന് എന്തായിരുന്നു? ഞാൻ എടുത്തത് കാണ്ടാമൃഗം. അതെന്താ കാര്യം? അല്ല, അത് എടുത്തത് അത്ര ഞാൻ കട്ടിയുണ്ടോ നിങ്ങളുടെ തൊടിക്ക്? അതെന്താ അങ്ങനെ വെച്ചത്? അല്ല, കണ്ടപ്പോ അങ്ങനെ തോന്നി. പിന്നെ ഭയങ്കരമായിട്ട് കേക്ക് എന്തോ കഴിക്കുന്ന ഒരാള് ആരായിരുന്നു? എന്റെ നമ്പരായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. 10 പേരിലല്ല, വേറെ 4 പേരിലും കൂടെ നക്കോന്ന് ഞാൻ വിചാരിച്ചു.